ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. നമ്മുടെ ഭവനത്തിൻ്റെ അയൽപക്കത്തുള്ളവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹയാത്രികർ, ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദൈവമക്കളല്ല, രക്ഷിക്കപ്പെട്ടവരല്ല, സ്നാനപ്പെട്ടവരല്ല, ദൈവകൃപയിലേക്ക് വന്നവരല്ല. ബഹുഭൂരിപക്ഷ ആൾക്കാർ പാപികളാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ദുഷ്പ്രവൃത്തിക്കാരാണ്. ഈ ദുഷ്പ്രവൃത്തിക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർ പാപം ചെയ്യുന്നു, അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, ഒരു കുഴപ്പം അവർക്കില്ല, ഒരു രോഗം അവർക്കില്ല, അവർക്കിഷ്ടം പോലെ പൈസയുണ്ട്, തിന്ന് തിമിർത്ത് ലോകമോഹികളായി ജഡിക അഭിലാഷങ്ങളുമായിട്ട് അവര് സഞ്ചരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ പാപം വിട്ട്, ലോകം വിട്ട്, ലോകമോഹങ്ങൾ വിട്ട് ദൈവകൃപയിലേക്ക് വന്നിരിക്കുന്ന ദൈവജനം നമുക്ക് ഈ ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം മുഷിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും താരതമ്യം ചെയ്യുകയാണ്. ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട്, ഞാൻ ഈ ദൈവകൃപയിലേക്ക് വന്നിട്ട് എനിക്ക് മൊത്തം കഷ്ടം, എൻ്റെ കുടുംബത്തിന് കഷ്ടം, ഞാൻ ഞെരുക്കത്തിലൂടെ പോകുന്നു. എന്നാൽ ഈ പാപമൊന്നും വിടാതെ ആ പാപത്തിന്റെ സുഖത്തിൽ ജീവിക്കുന്ന ഈ ദുഷ്പ്രവർത്തിക്കാർക്ക്, ഈ പാപികൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് രണ്ടും കൂടി കാണുമ്പോൾ നമുക്കൊന്ന് മുഷിഞ്ഞു പോകാൻ തോന്നും, നമുക്കൊരു മടുപ്പ് തോന്നും. എന്തിന് ഈ ദൈവകൃപയിലേക്ക് വന്നു? ഇതിന് നല്ല ഭാവിയായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ? നമ്മളെല്ലാം 1000 വട്ടം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവകൃപയിലേക്ക് വന്നതൊരു നഷ്ടമല്ല, ഇതൊരു ലാഭം മാത്രമാണ്. ഇത് വലിയൊരു നന്മയാണ്. ഇവിടെ ഈ സങ്കീർത്തനം നമ്മൾ മുഴുവൻ വായിച്ചു പഠിക്കുമ്പോഴാണ് ഇതിന്റെ അന്തസത്ത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. പിന്നെ പറയുന്നു, നീതികേട് ചെയ്യുന്നവരോട് നീ അസൂയപ്പെടരുത്. അവരീ പാപവും നീതികേടൊക്കെ ചെയ്ത് അവര് ഈ ലോകപരമായി അഭിവൃദ്ധി പെടുമ്പോൾ നമുക്കൊരു അസൂയയും മുഷിവൊക്കെ തോന്നും. പക്ഷേ ഒടുക്കം എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 2-ാമത്തെ വാക്യം വായിച്ചേ. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. ഈ പുല്ലും പച്ചച്ചെടിയും പെട്ടെന്നങ്ങ് വളരും. നമ്മുടെ ഈ പ്രയർ സെന്ററിന്റെ മുമ്പിൽ ഞാൻ 2-3 പ്രാവശ്യം എൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് പുല്ല് വെട്ടിച്ചു. പുല്ല് വെട്ടിച്ച് പിറ്റേ ആഴ്ച വരുമ്പോൾ വീണ്ടും പുല്ലായി. ഇപ്പോഴും പുല്ലാണ്. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ ഭാരപ്പെടുകയാണ്. ഈ പുല്ല് വളരുന്നതിന് ഒരു വളവും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ വല്ല തക്കാളിയോ പാവയ്ക്കയോ അച്ചിങ്ങയോ ഒക്കെ നടുകയാണെങ്കിൽ എന്തെല്ലാം വളവും പരിപാലനം കൊടുക്കണം. എന്നിട്ടും വളർന്ന് ഫലം കഴിക്കുമ്പോൾ 2 എണ്ണം 5 എണ്ണം. ഇതിനൊരു വളവും വേണ്ട, വെള്ളവും വേണ്ട, തടച്ചങ്ങ് വളരും. ഇങ്ങനെയാണ് ദുഷ്ടന്മാര്, ഇങ്ങനെയാണ് നീതികേട് ചെയ്യുന്നവര്. അവര് തഴച്ചങ്ങ് വളരും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവർ പുല്ലുപോലെ സമൃദ്ധിയായി വളരുമെങ്കിലും വേഗത്തിൽ അവർ ഉണങ്ങിപ്പോകും. പച്ചച്ചെടി പോലെ അവർ വാടിപ്പോകും. അവരുടെ വളർച്ച പെട്ടെന്നായിരിക്കും, അവരുടെ തകർച്ചയും പെട്ടെന്നായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വളർച്ച
പതുക്കെ ആയിരിക്കും. ദൈവമക്കളുടെ വളർച്ച പതുക്കെ ആയിരിക്കും. നമ്മുടെ നിലനിൽപ്പും നമ്മുടെ വളർച്ചയും എന്നേക്കും നിലനിൽക്കുന്നതുമായിരിക്കും. ദുഷ്ടന്മാര് പെട്ടെന്ന് വളരും, പെട്ടെന്ന് പോകും. പക്ഷേ നമ്മുടെ നന്മയും അനുഗ്രഹങ്ങളും പതുക്കെ പതുക്കെയാണ് വരുന്നത്. പക്ഷേ അതെന്നും നിലനിൽക്കും. അത് നിത്യമായിട്ടുണ്ടായിരിക്കും. ഇല്ലേ? നമ്മുടെ ഹൃദയത്തിലുള്ള കർത്താവ് തന്ന സന്തോഷം ആർക്കെങ്കിലും പിടിച്ചു പറിക്കാൻ പറ്റോ? സമാധാനം പിടിച്ചു പറിക്കാൻ പറ്റോ? രക്ഷ പിടിച്ചു പറിക്കാൻ പറ്റോ? നിത്യജീവൻ പിടിച്ചു പറിക്കാൻ പറ്റോ? എല്ലാം നമുക്കുണ്ട്. അതുകൊണ്ട് ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് നീ അസൂയപ്പെടരുത്. അപ്പോൾ ഈ ദുഷ്പ്രവർത്തിക്കാർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഈ സങ്കീർത്തനത്തിലുടനീളം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 9-ാമത്തെ വാക്യം അത് വായിച്ചേ. പെട്ടെന്നാണ് അവരുടെ അവസാനം ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റുപാട് പലരെയും കണ്ടിട്ടുണ്ട്. പല പ്രഗത്ഭര്, പല ഉന്നതര്. നമ്മളൊന്നും ഒന്നുമല്ല. പക്ഷേ ഇന്ന് ആ പ്രഗത്ഭരെ ഒന്നും കാണാനില്ല. എന്നാൽ ഏഴകരും എളിയവരുമായിരിക്കുന്ന നമ്മളെ കർത്താവ് ഇപ്പോഴും നിലനിർത്തുന്നു. രോഗങ്ങളൊക്കെ ഉണ്ട്, ഞെരുക്കങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ദാരിദ്ര്യമൊക്കെ ഉണ്ട്, ജീവിതമൊക്കെ തട്ടിമുട്ടിയൊക്കെയാണ് പോകുന്നതെങ്കിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവകൃപയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ പരപ്പിൽ ഇന്നുമുണ്ട്. കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി ഇന്നും നമ്മുടെ ജീവനോടെ ചെടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ദുഷ്പ്രവൃത്തിക്കാര് പലരെയും ഇന്ന് കാണാനില്ല. വചനം എന്ത് സത്യമായിട്ടാ പറയുന്നത്, എത്ര ക്ലിയർ ആയിട്ടാ പറയുന്നത്. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, അതാണ് സത്യം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിഞ്ഞ് പോകരുത്. നീ ദൈവത്തിൽ ആശ്രയിക്കണം, നീ ദൈവത്തെ അനുഗമിക്കണം. നിന്റെ ആശ്രയവും വിശ്വാസവും കർത്താവായിരിക്കണം. എന്തെല്ലാം പ്രതികൂലം വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കർത്താവിന്റെ പിന്നാലെ പോയിക്കൊള്ളുക. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. നമുക്കെല്ലാവർക്കും ഒരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. അത് ആർക്കും നടക്കാൻ കഴിയില്ല, ആർക്കും അത് മാറ്റിയെടുക്കുവാൻ കഴിയില്ല. അത് നമുക്ക് തന്നെ കിട്ടും. അത് പ്രാപിക്കാൻ വേണ്ടി വിശ്വസ്തയോടെ കർത്താവിനെ അനുഗമിക്കുക. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. ഇല്ലേ? നീ അവന്റെ ഇടമൊക്കെ സൂക്ഷിച്ചു നോക്കും, പക്ഷെ അവനെ കാണാൻ പോലും പറ്റില്ല. ഒത്തിരി സംഭവങ്ങളാണ് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ദാസിമാർക്കെതിരായി പടപൊരുതിയ പല ദുഷ്ടന്മാരും അവരുടെ ജീവിത കാലയളവിൽ അവർ സംഹരിക്കപ്പെട്ട കാഴ്ച കാണാൻ പറ്റും. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ലെന്ന്. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം മുഷിഞ്ഞു പോകരുത്, ഒട്ടിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. പക്ഷേ നീതിമാന്മാരെ യഹോവ താങ്ങുന്നു. ഒരു താങ്ങുന്ന കരം നമ്മുടെ അടുക്കലുണ്ട്. ഇല്ലേ? നമ്മളൊരു പാട്ടിങ്ങനെ പാടും, താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.
ഒരു താങ്ങുന്ന കരം, ക്രിസ്തുവിന്റെ താങ്ങുന്ന കരം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്നും നമ്മളൊക്കെയും നിലനിന്നു പോകുന്നത്. അല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ബലമല്ല. നമ്മുടെ ബലത്തിലൊക്കെ ആശ്രയിക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ തകർന്നു പോയേനെ. എന്നാൽ താങ്ങുന്ന കർത്താവിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ശത്രുവിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ദുഷ്ടനെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു അന്ധകാര ശക്തിയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ താങ്ങി സംരക്ഷിച്ച് നടത്തുന്ന ക്രിസ്തുവിന്റെ മുറിഞ്ഞ കരം നമ്മുടെ കൂടിലുണ്ട്. എന്നാൽ ദുഷ്ടന്റെ കാര്യം അങ്ങനെയല്ല, അവന്റെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. പെട്ടെന്നാണ് അവന്റെ അവസാനം ഉണ്ടാകുന്നത്. ഈ ദുഷ്ടന്മാർക്ക് എന്ത് സംഭവിക്കും? അവർ നശിച്ചു പോകും. ദുഷ്ടന്മാർ നശിച്ചു പോകാനും നമ്മൾ പ്രാർത്ഥിക്കരുത്. അങ്ങനെ പുതിയ നിയമത്തിൽ സന്ദേശമില്ല. നമ്മളെ ദ്രോഹിച്ച, ബുദ്ധിമുട്ടിച്ച പല ആളുകളും അവര് നശിച്ചു പോകുമ്പോൾ നമ്മ അതിൽ സന്തോഷിക്കരുത്, ഒരു നിമിഷം പോലും സന്തോഷിക്കരുത്. ആ മനുഷ്യനെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നോട് എതിർത്തിട്ട് ദൈവം അവന് പണി കൊടുത്തെന്നും പറയരുത്. അതൊക്കെ ദൈവത്തിന്റെ കാര്യമാണ്. നമ്മളിതൊക്കെ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ ചിന്ത എന്താണ്? നിന്റെ ശത്രുവിനെ സ്നേഹിപ്പിൻ, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇതാണ് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സന്ദേശോധ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ദുഷ്പ്രവർത്തിക്കാർ, ഈ ദുഷ്ടന്മാർ നശിച്ചു പോകും. ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയില്ല. യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെ ഉള്ളൂ, ഇല്ലേ? നമ്മൾ മൂന്നാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് മനോഹരമായ പുൽപ്പുറം, കണ്ടാലും മതി വരില്ല. ഇന്ന് മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ വീഡിയോസ് ഒക്കെ എടുക്കും. പക്ഷേ ദുഷ്ടന്മാരും ഇങ്ങനെയാണ്, പുൽപ്പുറത്തിന്റെ ഭംഗി പോലെയാണ് അവരുള്ളൂ. പിന്നീട് എന്ത് സംഭവിക്കും? അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും, അത്രയുള്ളൂ. ഈ ദുഷ്ടനെ കണ്ടിട്ടാണ്, അവന്റെ അഭിവൃദ്ധി കണ്ടിട്ടാണ്, അവന്റെ പുരോഗതി കണ്ടിട്ടാണ് ഞാൻ ഈ ദൈവകൃപയിലേക്ക് വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് പലരും പറയുന്നത്. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് പറയാനുള്ളത്, ഒരിക്കലും ദുഷ്ടന്റെ അഭിവൃദ്ധി കണ്ട് നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ചെറുതാക്കി കാണരുത്. ഈ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ ലഘുവായി കാണരുത്. ലോകത്തിലുള്ള ആർക്കും ലഭിക്കാത്ത വലിയ സൗഭാഗ്യമാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ദൈവകൃപയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മിൽ പലരും ഈ ഭൂമിയുടെ പരപ്പിലേ കാണില്ലായിരുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മൾ ആരും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു, പട്ടുപോയനെ. ഈ ദൈവകൃപയിൽ, കൃപയാൽ വന്നതുകൊണ്ട് ഇന്നും ജീവനോടിരിക്കുന്നു, ഇന്നും ദൈവത്തെ ആരാധിക്കുന്നു, ഇന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ദൈവം തന്ന കൃപയോർത്ത് എത്ര തുതിച്ചാലും മതി വരികയില്ല. ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. ഈ ദുഷ്ടനായ മനുഷ്യൻ ദുഷ്ടതൊക്കെ ചെയ്ത് തനിക്ക് മക്കളൊക്കെ ഉണ്ടായി. പക്ഷേ അവൻ കള്ളത്തരത്തിലൂടെ, കരിഞ്ചന്തയിലൂടെ നേടുന്നത് അവന്റെ തലമുറയ്ക്ക് അനുഭവിക്കാൻ പോലും പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിന് കാര്യം എന്നറിയാമോ? നമ്മൾ സത്യസന്ധമായി ദൈവത്തെ അനുഗമിച്ചത് കൊണ്ടാണ്.
ആരാധിക്കുന്നത് കൊണ്ടാണ്. നമ്മളെ കണ്ട് ഈ മക്കൾ പഠിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും സുവിശേഷം പറയുന്നതും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പാതയിലേക്ക് അവർ വരുന്നത്. എത്ര സന്തോഷകരം. നമുക്ക് കുറെ പണമില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. നമ്മുടെ തലമുറകളൊക്കെ മര്യാദക്ക് ജീവിച്ചാൽ മതി. കുറെ പണം ഉണ്ടായിട്ട് എന്താ കാര്യം? ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒടുക്കം എന്ത് പറ്റും? ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് മനസ്സിലായിട്ടില്ലേ? വലിയ പ്രബലന്മാരായിരിക്കുന്ന ദുഷ്ടന്മാർ മണിമാളികയിൽ സുഖിച്ചു പൊളച്ച് ഒരു മനുഷ്യനോട് കരുണയില്ലാതെ പ്രവർത്തിച്ച പല ആളുകളും നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ അതിലെ പോയപ്പോൾ അവരെ കണ്ടില്ല. നമ്മൾ അന്വേഷിച്ചു, ആ മനുഷ്യനുണ്ടോ? അവനില്ല, മരിച്ചുപോയി. നമുക്ക് വലിയതൊന്നും പറയാനില്ല. നമുക്ക് ചുമയാണ്, പനിയാണ്, തുമ്മലാണ്, ഇല്ലേ? നമ്മൾ പലരുടെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരു കാറ്റടിച്ച പ്രശ്നം, ഒരു പൊടിയടിച്ച പ്രശ്നം, നമുക്ക് പല രോഗങ്ങളും ഉണ്ട്. പക്ഷെ ഇന്നും നമ്മളുണ്ട്. എത്ര നല്ല ദൈവം, എത്ര കരുണ നിറഞ്ഞ ദൈവം. അല്പ അസ്വസ്ഥതയ്ക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്നേ. ജീവൻ തന്നല്ലോ, ദൈവത്തിന്റെ കൃപ തന്നല്ലോ, അത് മതി. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും. ഈ വാക്കൊക്കെ പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പിന്നെ ബൈബിളിൽ പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങനെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർ ഒരുപോലെ അല്ല, ഒരു ദുഷ്ടനെ പ്രബലനാക്കിയും മറ്റൊരു ദുഷ്ടനെ പ്രബലനാക്കാതിരിക്കുന്ന പരിപാടിയല്ല. ഒരുപോലെ മുടിഞ്ഞു പോകുന്നതാണ്. ഒരുപോലെ അവർ നശിച്ചു പോകും. ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. എന്നാൽ നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മൾ ദൈവകൃപയിൽ ജീവിച്ചാൽ നമ്മുടെ മക്കളെ നമ്മൾ കണ്ടതുപോലെ മക്കളുടെ മക്കളെയും ദൈവം കാണാൻ ദൈവം സമ്മതിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. എന്നിട്ടാണ് ഈ ദുഷ്പ്രവൃത്തിക്കാരുടെ വളർച്ച കണ്ടിട്ട് അവരുടെ പുരോഗതി കണ്ടിട്ട് എനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരു നിമിഷം പോലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഭാഗ്യമുള്ളവരാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവം തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് 1000 നന്ദി പറഞ്ഞ് ദൈവത്തെ അനുഗമിക്കുന്നവരായിട്ട് നമ്മൾ ജീവിക്കണം.